എവിടെയായാലും മലയാളി താമസിക്കാൻ വിധിക്കപ്പെട്ടവരാണ് സാധാരണക്കാരനായ ഓരോ ഗൾഫുകാരനും. ഇത്തരക്കാർക്ക് ഉപകാരപ്രദമായ ഒരു കട്ടിൽ നിർമ്മിച്ചിരിക്കുകയാണ് ഷാർജയിൽ ജോലി ചെയ്യുന്ന എറണാകുളം കലൂർ സ്വദേശിയായ കെ നൌഷാദ്. ഇദ്ദേഹം വികസിപ്പിച്ചെടുത്ത റിമോട്ട് ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്ന കട്ടിൽ ഡൈനിങ് ടേബിളാക്കി മാറ്റുകയും ചെയ്യാം. സ്വയം ഒരുക്കിയ അത്ഭുതങ്ങളുടെ ലോകമാണ് നൌഷാദിന്റെ താമസ സ്ഥലം. ഷാർജയിൽ ജോലി ചെയ്യുന്ന എറണാകുളം കലൂർ സ്വദേശി കെ നൌഷാദിന്റെ മുറി അത്ഭുതങ്ങളുടെ ലോകമാണ്. മുറി തുറന്ന് ആര് അകത്ത് കടന്നാലും ആ രംഗങ്ങളെല്ലാം രഹസ്യമായി റെക്കോർഡ് ചെയ്യപ്പെടും. ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ ക്ലോക്കിൽ ഘടിപ്പിച്ച ക്യാമറയാണ് ദൃശ്യങ്ങൾ പകർത്തുന്നത്. വാതിൽ തുറക്കുന്നതോടെ ഒരു സ്വിച്ച് പ്രവർത്തനനിരതമാവുകയും VCR റെക്കോർഡ് മോഡിലേക്ക് മാറുകയും ചെയ്യുന്നതോടെ റെക്കോർഡിംഗ് ആരംഭിക്കുകയായി. അത്ഭുത ലോകം ഇവിടെ തീരുന്നില്ല. ഗൾഫിൽ ചെറിയ മുറികളിൽ കഴിയുന്ന സാധാരണക്കാർക്കായി ഇദ്ദേഹം പ്രത്യേക കട്ടിലും നിർമ്മിച്ചിരിക്കുന്നു. റിമോട്ടിന്റെ സ്വിച്ച് അമർത്തിയാൽ ടേബിളായി മാറുന്ന കട്ടിലാണിത്. അപ്പോൾ നാട്ടിലുള്ള പോലെയുള്ള സൗകര്യം ഇവിടെയുള്ള അക്കോമഡേഷനിൽ കിട്ടാൻ വഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ദുബായ് പോലുള്ള ചെറിയ സ്ഥലങ്ങളിലൊക്കെ വളരെ ഇടുങ്ങിയ രീതിയിലാണ് ആളുകൾ ജീവിക്കുന്നത്. പല സ്റ്റുഡിയോ ഫ്ലാറ്റുകളിൽ ചെന്ന് കഴിഞ്ഞാലും പറയാൻ മാത്രമേ ഉള്ളൂ, മുറിക്കകത്ത് ചെന്നതിന് സൗകര്യം വളരെ കുറവാണ്. അങ്ങനെയുള്ള സ്റ്റുഡിയോ ഫ്ലാറ്റുകളും ചെറിയ അക്കോമഡേഷനുകളും വളരെയധികം പ്രയോജനപ്പെടും ഇതുപോലുള്ളൊരു കട്ടിലുകൾ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ സമയങ്ങളിൽ ഉറങ്ങുന്ന പലരും കിടക്കാറില്ല, രാത്രിയാണ് ഉറങ്ങുന്നത്. അപ്പോൾ പകൽ സമയങ്ങളിൽ ഡൈനിങ് ടേബിളായിട്ട് യൂസ് ചെയ്യാനും മറ്റുള്ള പല കാര്യങ്ങൾക്കായിട്ടും വളരെ സൗകര്യപ്രദമായിട്ട് ഇത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തെടുത്തതിന് ഉപയോഗിക്കാൻ പറ്റും. ഇത് വളരെ ചുരുങ്ങിയ രീതിയിൽ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതിന് കുറച്ച് അപരങ്ങളുണ്ടാവും, അതുകൂടി ഒഴിവാക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഡബിൾ കോട്ടാണെങ്കിൽ കുറച്ചും കൂടി സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റും. വളരെ ചെലവ് കുറഞ്ഞ പ്രൊജക്ടറും നൌഷാദ് നിർമ്മിച്ചിട്ടുണ്ട്. കാർ ടിവിയുടെ LCD പാനൽ, മെറ്റൽ ഹാലൈഡ് ലാമ്പ്, ലെൻസ് എന്നിവ ഉപയോഗിച്ചാണ് ഇദ്ദേഹം പ്രൊജക്ടർ തയ്യാറാക്കിയത്. ഷാർജയിലെ ഒരു ഓഫ്സെറ്റ് പ്രസിൽ ഇലക്ട്രോണിക്സ് ടെക്നീഷ്യനാണ് ഇദ്ദേഹം. ITI ഇലക്ട്രോണിക്സ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള നൌഷാദ് തന്റെ ഒഴിവു സമയവും ശമ്പളത്തിന്റെ നല്ലൊരു ഭാഗവും ഇത്തരം പരീക്ഷണങ്ങൾക്കായി നീക്കിവയ്ക്കുന്നു. 16 വയസ്സ് മുതൽ താൻ പരീക്ഷണങ്ങൾ നടത്തി തുടങ്ങിയെന്ന് ഇദ്ദേഹം പറയുന്നു. ചെറുപ്പത്തിൽ തന്നെ തൊട്ടടുത്ത് വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, ഈ 2 വീലറും 4 വീലറും വർക്ക് ചെയ്യുന്നു. അപ്പോൾ സ്കൂൾ കഴിഞ്ഞാൽ നേരെ അവിടെ പോയി നിന്ന് അവിടെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള താല്പര്യം. അങ്ങനെ SLC കഴിഞ്ഞ് നേരെ ITI പോയി. ITI പോയിട്ട് അവിടെ അടുത്ത് RX ഇലക്ട്രോണിക്സ് എന്നൊരു ഷോപ്പുണ്ട്, അവിടെ വർക്ക് ചെയ്തു. കുറച്ച് നാൾ സൗദിയിലുണ്ടായിരുന്നു. അപ്പോൾ എന്ത് പുതിയതായിട്ട് കാണുകയാണെങ്കിൽ അതിനോടുള്ള കൂടുതൽ താല്പര്യവും അത് ഏതെങ്കിലും രീതിയിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാനുള്ള ഇൻട്രസ്റ്റുമാണ് എനിക്ക് പ്രേരണ തരുന്നത്. പിന്നെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന സൗകര്യങ്ങളാക്കി കൊടുക്കാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നൌഷാദിന്റെ കലൂരിലുള്ള വീട്ടിൽ ഇദ്ദേഹം നിർമ്മിച്ച നിരവധി വസ്തുക്കളാണ് ഇപ്പോഴുള്ളത്. സാധാരണക്കാർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ തികച്ചും ചെലവ് കുറഞ്ഞ രീതിയിലാണ് ഇദ്ദേഹം പുതിയ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗേറ്റ് റിമോട്ട് കൺട്രോൾ ഓപ്പറേറ്റിംഗ് ആണ്. പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ തുണി അകത്തേക്ക് വരാവുന്ന ഒരു രീതിയിൽ സംവിധാനം ചെയ്തിട്ടുണ്ട്. TV 2 ദിശയിൽ നിന്നും കാണാവുന്ന രീതിയിലുള്ള റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലുണ്ട്. ചിലവ് കുറഞ്ഞ സെക്യൂരിറ്റി സിസ്റ്റം ചെയ്തിട്ടുണ്ട്. പിന്നെ കുട്ടീനെ ആട്ടാൻ വേണ്ടിയിട്ട് തൊട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമ്മളില്ലെങ്കിലും തനിയെ ആടാവുന്ന രീതിയിൽ. ഗൾഫിലെ ഇടുങ്ങിയ മുറികളിൽ താമസിക്കുന്ന സാധാരണക്കാർക്ക് ഏറെ സഹായകരമാകും നൌഷാദ് വികസിപ്പിച്ചെടുത്ത പുതിയ കട്ടിൽ. ആവശ്യക്കാർക്ക് ഇത്തരം കട്ടിൽ നിർമ്മിച്ചു നൽകാനും താൻ തയ്യാറാണെന്ന് നൌഷാദ് വ്യക്തമാക്കുന്നു. വെള്ളത്തിലും കരയിലും ചവിട്ടാവുന്ന സൈക്കിൾ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഈ 35-കാരൻ ഇപ്പോൾ. സ്കൈ ജ്വല്ലറി അക്ഷയ തൃതീയ പ്രീ ബുക്കിംഗ് ഓഫർ. സ്കൈ ജ്വല്ലറിയുടെ ഏതെങ്കിലും ശാഖയിൽ നിന്നും 2500